ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പുതിയ ഇന്ത്യയുടെ മുഖം ലോകം കണ്ടുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്രവാദത്തിന്റെ സംരക്ഷകരായ പാകിസ്ഥാനെ ഏതാനും മണിക്കൂറിനുള്ളിൽ മുട്ടുകുത്തിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവ് ലോകത്തിനു മുന്നിൽ പ്രകടമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗളൂരു നമ്മ മെട്രോയുടെ പുതിയ യെല്ലോ ലൈൻ ഉദ്ഘാടനം ചെയ്ത ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. Thank you very much, Honorable Prime Minister. बहुत-बहुत धन्यवाद सर. साथियों, बेंगलुरु को हम एक ऐसे शहर के रूप में उभरता देख रहे हैं जो न्यू इंडिया के राइज का सिंबल बन चुका है. एक ऐसा शहर जिसकी आत्मा में तत्वज्ञान है और जिसके एक्शन में टेक ज्ञान है. एक ऐसा शहर जिसने ग्लोबल आईटी मैप पर भारत का परचम लहराया है. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണം നമ്മുടെ സാങ്കേതിക വിദ്യയിലെ മികവും മേക്ക് ഇൻ ഇന്ത്യയുടെ ശക്തിയുമാണ്. ബംഗളൂരുവിലെ യുവാക്കൾ ഇതിനായി ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്. ആഗോള ഐ ടി ഭൂപടത്തിൽ ഇന്ത്യയുടെ പതാക സ്ഥാപിച്ച ബംഗളൂരു നഗരത്തെയും അവിടുത്തെ കഠിനാധ്വാനികളായ ജനതയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. फ्रेंड्स, 21वीं सदी में अर्बन प्लानिंग और अर्बन इंफ्रास्ट्रक्चर हमारे शहरों की बहुत बड़ी आवश्यकता है. बेंगलुरु जैसे शहरों को हमें भविष्य के लिए भी तैयार करना है. बीते समय में ആർവി റോഡ് മുതൽ ബൊമ്മസാന്ദ്ര വരെ 19 കിലോമീറ്റർ നീളത്തിലുള്ള പുതിയ മെട്രോ പാതയാണ് പ്രധാനമന്ത്രി തുറന്നുകൊടുത്തത്. ഉദ്ഘാടനത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് തുടങ്ങിയവർക്കൊപ്പം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. समय की बचत, सुलभ और सुगम अनुभव. യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. രാവിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ 3 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ബംഗളൂരുവിൽ നിന്നും ബലഗാവിയിലേക്കും അമൃത്സറിൽ നിന്നും ശ്രീ മാതാ വൈഷ്ണോദേവി കത്രയിലേക്കും നാഗ്പൂരിൽ നിന്നും പൂനെയിലേക്കുമുള്ള ട്രെയിനുകളാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തത്. പൊതുസമ്മേളനത്തിന് ശേഷം ബംഗളൂരുവിൽ നടത്തിയ റോഡ് ഷോ വീക്ഷിക്കാൻ റോഡിന് ഇരുവശവും വലിയ തിരക്കായിരുന്നു. और आपने देखा जो विजुअल्स में एक कॉमन मैन की तरह वो रागी गुरु स्टेशन में गए. उन्होंने QR कोड से मोबाइल से अपने QR कोड स्कैन किया. ये जो दिखाता है, ये दर्शाता है कि डिजिटल इंडिया कहाँ